Baby. He's got you, baby. He's got. അവർ ആ വീട്ടിലേക്ക് എത്തി. പക്ഷെ അവരെ അവിടെ എത്തിച്ച ആ ശക്തി എന്താണെന്ന് അവർ അറിഞ്ഞില്ല. അവിടെ വെച്ച് അബദ്ധത്തിൽ അവരൊരു രഹസ്യ അറ കണ്ടെത്തി. അതിൽ അവർ കണ്ട കാഴ്ച ഒരു ബെഞ്ചിന്റെ മുകളിൽ ഇരിക്കുന്ന രൂപത്തിൽ 30ഓളം പേരുടെ ശവശരീരങ്ങളുണ്ട്. ഒരു വെള്ള തുണി കൊണ്ട് അത് മൂടി വെച്ചിട്ടുമുണ്ട്. അതിന്റെ ദുർഗന്ധം അവരെ നന്നായിട്ട് തന്നെ പേടിപ്പിച്ചു. ആ അറയിൽ വെച്ച് അവർ ചില രഹസ്യങ്ങൾ മനസ്സിലാക്കി. അത് അവരെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. ഇൻസീഡിയസ് എന്ന ഹൊറർ സ്റ്റോറിയുടെ കഥ പറയുന്ന 5ാമത്തെ വീഡിയോ ആണിത്. ആദ്യ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ മുകളിൽ ഒരു ഐ ബട്ടൺ വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ടായി ഓരോ വീഡിയോ കാണാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഓരോ പാർട്ടിന്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ പാർട്ടിന്റെയും ലിങ്കുകൾ. എന്നാൽ നമുക്ക് നേരെ ആ കഥയിലേക്ക് പോകാം. അവസാന ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അഥവാ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മരിച്ചുപോയ എലീസയുടെ ആത്മാവ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഓരോ സ്ഥലത്തേക്കും ഇവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ജിമ്മിയും ജോൺസിനെയും മേരിയും കാളിനെയും. അങ്ങനെ അവസാനം അവരെത്തിയത് പാർക്കർ എന്ന പേരുള്ള വൃദ്ധനായ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ വീട്ടിലേക്കാണ്. ആ ഒരു വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ ഒരു ആത്മാവ്, എലീസയുടെ ആത്മാവ് തങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്ന്. ഇപ്പൊ കാള് അവന്റെ ഡൈസ് ഉപയോഗിച്ചിട്ട് അതിനുള്ള ഉത്തരം തേടി ആ ഒരു ടേബിളിലേക്ക് ആ ഒരു ഡൈസ് ഇടുകയാണ്. അപ്പോൾ അതിലിങ്ങനെ കാണിച്ചത് ഡെത്ത് എന്നായിരുന്നു. അത് നോക്കിയ സമയത്ത് കാളിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഡെത്ത് എന്നോ? ഇതേ സമയത്ത് ആ മുറിയുടെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ലൈറ്റിന്റെ സ്ക്രൂകൾ തനിയെ അഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആ മുറിയിലേക്ക് മേരി വരികയാണ്. ആ സമയത്ത് മേരി ചുമരിൽ ഒരു വലിയ പിക്ചർ കാണുകയാണ്, ഒരു അമ്മയുടെയും അതിന്റെ കുഞ്ഞിന്റെയും. അപ്പൊ ആ ഒരു പിക്ചറിൽ അമ്മയെ കണ്ടിട്ട് മേരി ഞെട്ടിപ്പോവുകയാണ്. മേരി ഇപ്പോൾ കാളിന്റെ അടുത്ത് പറഞ്ഞു, ഈ സ്ത്രീയാണ് ഞാൻ എപ്പോഴും എന്റെ വീട്ടിൽ കാണാറുള്ളത്. ഇവർ ഈ കാര്യം മനസ്സിലാക്കിയപ്പോഴേക്കും ഇവരുടെ തൊട്ട് മുകളിലുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസിന്റെ ലൈറ്റ് താഴേക്ക് വീഴാനായിട്ടുണ്ട്. കാള് പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം കണ്ടതുകൊണ്ട് തന്നെ മേരി അവിടെ നിന്ന് തള്ളി മാറ്റി തൽക്കാലത്തേക്ക് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശബ്ദമെല്ലാം കേട്ടിട്ട് ജിമ്മിയും ജോൺസ് ഓടിയെത്തിയിട്ടുണ്ട്. അവർ ചോദിക്കുകയാണ് എന്താണ് പറ്റിയത്. ഈ സമയത്ത് കാള് പറയുകയാണ്, നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അത് എലീസയുടെ ആത്മാവല്ല, മറ്റെന്തോ ആണ്. ഇപ്പോൾ കാള് ആ ഒരു ഡൈസ് ആ ഒരു ടേബിളിലേക്ക് ഇട്ട് നോക്കുമ്പോൾ അതിൽ കാണിക്കുന്നത് നോ എന്നാണ്, അതായത് എലീസയുടെ ആത്മാവല്ല. അപ്പോൾ പിന്നെ ആരാണ് എന്ന് ചോദിച്ചു ആ ഡൈസ് ഇടുമ്പോൾ അതിൽ കാണിക്കുന്നത് മദർ ഓഫ് ഡെത്ത് എന്നാണ്. അവരെല്ലാവരും ചോദിച്ചു മദർ ഓഫ് ഡെത്തോ, അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സമയത്ത് കാള് പറയുകയാണ് അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അതായത് പാർക്കർ എന്ന് പറഞ്ഞ ആ വൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ, അയാളുടെ അമ്മയാണ് ഈ ഒരു സ്ത്രീ. അതായത് ആ സ്ത്രീയുടെ ആത്മാവാണ് ഇവിടേക്ക് ഞങ്ങളെ എത്തിച്ചത്. ഇപ്പോൾ ആ മുറിയുടെ മുകളിൽ നിന്നും എന്തൊക്കെയോ വലിയ ശബ്ദമുള്ള കാൽപ്പാടുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അവരെല്ലാവരും ആകെ പേടിച്ചിരിക്കുകയാണ്. അവിടെയുള്ള ഓരോ ഡോറുകളും മുഴുവനായിട്ടും തനിയെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചുമരിന്റെ മറുഭാഗത്തു നിന്നും ശക്തിയായി അടിക്കുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ഇവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഭയന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ശബ്ദങ്ങളൊക്കെ നിലക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ള ഒരു ഷെൽഫ് കാണുകയാണ്, ബുക്കെല്ലാം വെച്ചുള്ള ഷെൽഫ്. എന്തോ ഒരു സംശയം തോന്നിയിട്ട് ജിമ്മി ഇപ്പോൾ പതിയെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിൽ പതിയെ ഒന്ന് തട്ടി നോക്കി. ഇവരങ്ങോട്ടേക്ക് തട്ടുമ്പോൾ അപ്പുറത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഒരു തട്ട് വരുന്നുണ്ട്. ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു ശക്തി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരോ തങ്ങളുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പതിയെ ആ ഒരു ഷെൽഫ് അവരവിടുന്ന് തള്ളി മാറ്റുകയാണ്. അതൊരു മുറിയായിരുന്നു. ആ ഒരു മുറിയിലേക്ക് വെച്ച ഒരു രഹസ്യവാതിലായിരുന്നു ആ ഒരു ഷെൽഫ്. ആ ഒരു ഷെൽഫ് മാറ്റിയപ്പോൾ തന്നെ വല്ലാത്ത ദുർഗന്ധം ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അവരിപ്പോൾ പതിയെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ കുറേ ബെഞ്ചുകളുണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള മരത്തിൻ്റെ ബെഞ്ച്. അതിൽ കുറേ പേര് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ആ ഇരുത്തിയ ആൾക്കാരുടെ തലയിലൂടെ ഒരു വെള്ള തുണി ഇട്ടിട്ടുണ്ട്. എല്ലാവരും മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെഡ് ബോഡി ശവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീട്ടിൽ ഇത്രയും ദുർഗന്ധങ്ങൾ. ഈ ശവങ്ങളുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ വല്ലാത്ത തരത്തിലുള്ള മുറിവുകളുണ്ട്, വളരെയധികം ടോർച്ചർ ചെയ്ത അങ്ങനെയുള്ള ഒരു പ്രത്യേക തരം മുറിവുകൾ. ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ജിമ്മി എന്ത് ചെയ്തെന്നോ, അവിടെ ഉണ്ടായിരുന്ന ഒരു ശവത്തിൻ്റെ, അതായത് അതിൻ്റെ ഒന്നും മുഖം കാണുന്നില്ല. അപ്പോൾ ആ ഒരു തുണി പതിയെ മാറ്റി നോക്കി ഉള്ളിലേക്ക് നോക്കിയാണ്, ആ ഒരു ശവത്തെ നോക്കിയാണ്. ആ ഒരു കാഴ്ച കണ്ടിട്ട് ജിമ്മി ഞെട്ടിപ്പോയി. അവനിപ്പോൾ ചുമച്ചുകൊണ്ട് തന്നെ അവിടെ തന്നെ ഛർദ്ദിക്കുകയാണ്. കാരണം അത്രയും ബ്രൂട്ടലായിട്ട് കൊന്നുവെച്ച മനുഷ്യ ശരീരങ്ങളായിരുന്നു അത്. അവനിപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും അത് നോക്കണ്ട, കാരണം അത്രയും ബ്രൂട്ടലായിട്ട് തന്നെ ഛർദ്ദിക്കാൻ വരുന്ന രൂപത്തിലായിരുന്നു ആ ശരീരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് അവരവിടെയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ആ ഒരു ടേബിളിൽ നിറയെ ആയുധങ്ങളാണ്, അതായത് ടോർച്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കത്തികൾ, വയറുകൾ, കമ്പികൾ, അങ്ങനെയുള്ള ഓരോ ആയുധങ്ങൾ. ശരിക്കും ആരാണ് ഇവരെയൊക്കെ ഇത്രയും ടോർച്ചർ ചെയ്ത് കൊന്നത്? അവരെയൊക്കെ ആ വേദന അനുഭവിപ്പിക്കുന്നത് ആരാണ്? അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പാട്ടിൽ ഡാൾട്ടൻ്റെ അടുത്തേക്ക് കുറേ ആത്മാക്കൾ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ രക്ഷിക്ക്, ഈ വേദനയിൽ നിന്നും ഞങ്ങൾക്കൊരു മോചനം എന്താ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രഹസ്യം വലിയൊരു ട്വിസ്റ്റ്
കുറച്ച് നേരങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ അറിയാൻ പോവുകയാണ്. പിന്നെയും അവരങ്ങനെ അവിടെ നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു പെട്ടി കൂടെ കിട്ടുകയാണ്. അത് തുറന്ന് നോക്കിയപ്പോൾ അതിൽ നിന്നും കുറച്ച് ന്യൂസ് പേപ്പറിന്റെ കട്ടിങ്സ് ഒക്കെ കിട്ടുകയാണ്. ആ ന്യൂസ് പേപ്പറിലൊക്കെ നോക്കുന്ന സമയത്ത് ജോൺസിന് ഒരു കാര്യം മനസ്സിലായി. എല്ലാത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്, ദ ബ്രൈഡ് ഇൻ ബ്ലാക്ക്. അതായത് ഒരു കൊലപാതകയെ കുറിച്ച് വന്ന ഒരു ന്യൂസ് ആണിത്. പോലീസുകാരൊക്കെ പറയുന്നത് ഒരു വയസ്സായ സ്ത്രീ കറുത്ത മണവാട്ടിയതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ ആളുകളെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്നുണ്ട് എന്ന് ആ ഒരു കാര്യം പോലീസുകാർ കണ്ടെത്തി. അതൊക്കെ ന്യൂസ് ആയിരുന്നു. അപ്പോൾ ഇനി ഓരോ രഹസ്യങ്ങളുടെയും ചുരുളുകൾ അഴിയാൻ പോവുകയാണ്. ഇപ്പോൾ ആ മുറിയുടെ ഒരു ഭാഗത്തുണ്ടായിരുന്ന കാള് അവിടെ ഒരു പ്രതിമയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊടുത്തിരിക്കുന്നത് കാണുകയാണ്. അതായത് കറുത്ത മണവാട്ടിയുടെ ഡ്രസ്സ്. ഈ ഒരു വസ്ത്രം ധരിച്ച സ്ത്രീയാണല്ലോ എപ്പോഴും ജോഷി ചെറുപ്പത്തിലും അവൻ്റെ സ്വപ്നങ്ങളിലൊക്കെ കണ്ടിരുന്നത്. ഇപ്പോൾ കാൾ എല്ലാവരും പറയുകയാണ്, ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ അതിനെ ഒന്ന് ടച്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് കാള് അതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാളിൻ്റെ ആ ഒരു ഉൾക്കാഴ്ചയിൽ ഈ ഒരു വസ്ത്രവും അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ കാളിന് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രഹസ്യം സത്യം അറിയാൻ പോവുകയാണ്. ഇതാണ് ഈ കഥയിലെ ഏറ്റവും നല്ല ടേസ്റ്റ്. കാളിപ്പോൾ അതിൽ ടച്ച് ചെയ്ത സമയത്ത് കണ്ട കാഴ്ചകൾ ഇങ്ങനെയായിരുന്നു. ഒരു വൃദ്ധനായ മനുഷ്യൻ ചുണ്ടിലിങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്, കയ്യിൽ ഒരു പ്രത്യേക തരത്തിൽ ഗ്ലൗസ് ഇടുന്നുണ്ട്, മുഖത്തെല്ലാം മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഒരു സ്ത്രീയെ പോലെ. അതിനുശേഷം ആ വൃദ്ധനായ മനുഷ്യൻ ആ മണവാട്ടിയതുപോലെയുള്ള ആ കറുത്ത വസ്ത്രം ധരിക്കുകയാണ്. പിന്നീട് ആ ഒരു വസ്ത്രം ധരിച്ച വൃദ്ധനായ ആ മനുഷ്യൻ അവിടെ കെട്ടിവെച്ച ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് ഒരു വാളുമായിട്ട് ഒരു കത്തിയുമായിട്ട് ചെന്നിട്ട് ആ കുട്ടിയെ ഉപദ്രവിക്കുന്നതാണ് കാണിക്കുന്നത്. ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ കാള് ആ ഒരു മൈൻഡിൽ നിന്ന് തിരിച്ചു വരികയാണ്. കാളിപ്പോൾ ആ ഒരു സത്യം ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ആ വസ്ത്രം ധരിച്ച് ഇവരുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജോഷി കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മറ്റാരുമല്ല, അത് പാർക്കർ തന്നെയാണ്. അതൊരു സ്ത്രീയല്ല, അത് പുരുഷനാണ്. പാർക്കർ എന്ന ആ വൃദ്ധനായ മനുഷ്യൻ. അവൻ ഈ കൊലകൾ മുഴുവൻ ചെയ്യുന്നത് അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ്റെ അമ്മയുടെ ആത്മാവ് അവനെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ. പിന്നീട് പാർക്കർ വൃദ്ധനായ സമയത്ത് അവനൊരു കുട്ടിക്കാലം അല്ലെങ്കിൽ ഒരു യുവത്വം ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവൻ ജോഷിൻ്റെ അടുത്തേക്ക് വന്നത്. നിങ്ങൾ ആദ്യം മുതൽ ഇൻസീഡിയസിൻ്റെ ഓരോ ചാപ്റ്ററും കണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ പാർട്ടും കണ്ടുവരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ ഇന്നും കൂടെ പറയുകയാണ്, ഓരോ പാർട്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പാർട്ട് കാണാം. കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മേരിക്കും കാണുന്നതുപോലെ തന്നെ ജിമ്മിക്കും ജോൺസിനും മനസ്സിലായി ജോഷിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ പാർക്കറിൻ്റെ ആ ഒരു ആത്മാവ് കയറിയിട്ടുണ്ടെന്ന്. പിന്നെ ആത്മാവ് കയറി കഴിഞ്ഞാൽ പാർക്കർ എന്താണ് ചെയ്യുക? കൊലപാതകങ്ങൾ, ടോർച്ചറിങ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു കാറിൽ വന്ന് ഇറങ്ങുന്ന എമിയാണ്. വണ്ടിയിൽ തന്നെ ഇപ്പോൾ കുഞ്ഞു മോളായിട്ടുള്ള കാലിയുണ്ട്. ഇപ്പോൾ അവളുടെ അടുത്തേക്ക് മേരി വന്നിട്ട് പറയുകയാണ്, നീ ഇപ്പോൾ ആ ഒരു വീട്ടിലേക്ക് പോകല്ലേ, എൻ്റെ കൂടെ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് മേരി വന്നിട്ട് എമി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ആ ഒരു വീട്ടിൽ ജോഷ് മാത്രമേ ഉള്ളൂ. ഇതേ സമയത്ത് അവിടെ തന്നെ മറ്റൊരു ഭാഗത്തായിട്ട് ഒരു വാനിൽ ജിമ്മിയും ജോൺസും കാളും ഉണ്ട്. അവർക്ക് എന്തോ ഒരു പ്ലാനിങ് ഉണ്ട്. അതായത് ഈ ജോഷിനെ എങ്ങനെയെങ്കിലും മയക്കി കെടുത്തിയിട്ട് അവന് പഴയ രൂപത്തിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ ജിമ്മി ഇപ്പോൾ ഒരു സെഡക്ഷൻ്റെ ഇഞ്ചക്ഷൻ ഇപ്പോൾ കാലിന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കാളിൻ്റെ ആ ഒരു ഡ്രസ്സിൽ ഒരു മൈക്കും വെച്ചിട്ടുണ്ട്. അതായത് കാളിപ്പോൾ ആ ഒരു വീട്ടിലേക്ക് കയറി പോകാൻ പോവുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളും ശബ്ദങ്ങളൊക്കെ ഇവർക്ക് ഈ വാനിൽ നിന്നും കേൾക്കാം. പിന്നീട് കാള് പതിയെ അവിടെ നിന്നും ഇറങ്ങിയിട്ട് ജോഷ് താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് കയറുകയാണ്. കാള് പോയി വാതിൽ മുട്ടി. ജോഷ് വന്ന് വാതിൽ തുറന്ന് ജോഷ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? കാള് പറഞ്ഞു, ഞാൻ നിൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടാണ്, കുട്ടിക്കാലത്ത് നിന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നിട്ട് ജോഷ് ഇപ്പോൾ കാളിനെ വിളിച്ച് ഉള്ളിലേക്ക് പോവുകയാണ്. ഇതേ സമയം മറ്റൊരിടത്ത് മേരി ഇപ്പോൾ എമിയുടെ അടുത്ത് പറയുകയാണ്, എമി, നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, ജോഷിൻ്റെ ശരീരത്തിൽ മറ്റേതോ ദുരാത്മാവ് കയറിയിട്ടുണ്ട്. ഒരു ആണിൻ്റെ ആത്മാവാണ്, അവൻ്റെ പേരാണ് പാർക്കർ. ഇനിയിപ്പോൾ എമിയുടെ അടുത്ത് പറഞ്ഞു, നമുക്കിപ്പോൾ ചെറിയൊരു പദ്ധതിയുണ്ട്. അതായത് ജോഷിനെ സെഡേഷൻ കൊടുത്ത് മയക്കിയിട്ട് അവൻ ആ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരണം. ഇതേ സമയത്ത് തന്നെ വീട്ടിലെ കാളും അതുപോലെ തന്നെ ജോഷും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ അവർക്ക് സംഭവിച്ച ഓരോ കാര്യങ്ങളൊക്കെ ജോഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കാള് നിലത്ത് നിന്നിട്ടും ഒരു പല്ല് ശ്രദ്ധിക്കുകയാണ്. ആ പല്ല് മറ്റാരുടേതുമല്ല, ജോഷ്. അതായത് ജോഷിൻ്റെ പ്രായം പെട്ടെന്ന് കൂടി വരികയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. അവൻ്റെ സ്കിന്നുകളൊക്കെ ചുളുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, മുടി നിരക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ പല്ലുകൾ കൊഴിയാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പല്ലാണ് ഇപ്പോൾ കാളിന് ലഭിച്ചിട്ടുള്ളത്. കാളിപ്പോൾ ജോഷ് ശ്രദ്ധിക്കാത്ത രീതിയിൽ ആ ഒരു പല്ല് അവൻ്റെ കൈകളിലേക്ക് ആക്കുകയാണ്. പിന്നീട് കാള് പതിയെ അവിടെ നിന്ന് എണീച്ചിങ്ങനെ നടക്കുമ്പോൾ ജോഷ് കാളിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഇപ്പോൾ ഒരു ഭയത്തോടു കൂടി തന്നെ കാള് പറയുകയാണ്, എന്തെങ്കിലും കിട്ടിയാൽ കുഴപ്പമില്ല. ഇപ്പോൾ ജോഷ് അവിടെ നിന്ന് പോയി. കാളിപ്പോൾ ആ ഒരു പല്ലിൽ തന്നെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കുകയാണ്. പിന്നീട് ജോഷിനെ കുത്തി വെക്കാനുള്ള ആ ഒരു സെഡേഷൻ്റെ ഇഞ്ചക്ഷനും റെഡി ആക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ജോഷ് വന്നിട്ട് കാളിനെ വിളിക്കുകയാണ്, കാൾ, നിങ്ങളവിടെ എന്താ കാണുന്നത്? കാളിപ്പോൾ പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളമായിട്ട് ജോഷ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ജോഷിൻ്റെ ഒരു കൈ ബേക്കിലായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കാള് ചോദിച്ചു, ജോഷ് നിൻ്റെ മറ്റേ കയ്യിൽ എന്താണ്? നീ എന്തിനാ കൈ ഇങ്ങനെ മറച്ചു പിടിച്ചിട്ടുള്ളത്? ഇപ്പോൾ ജോഷ് പറയുകയാണ്, നീയല്ലേ ഡൈസ് ഉപയോഗിച്ച് എലീസയോടൊക്കെ സംസാരിക്കാറുള്ളത്? അവൾ തന്നെ ചോദിച്ചു നോക്ക്, അവൾ പറഞ്ഞുതരും എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താ ഉള്ളത് എന്ന്. ഇപ്പോൾ ഒന്ന് ഭയത്തോടു കൂടി തന്നെ പേടിച്ച് നിൽക്കുകയാണ് കാളിപ്പോൾ എന്ത് ചെയ്തു? ആ ഒരു ഡൈസ് ടേബിളിലേക്ക് ഇടാൻ നേരത്ത് ഒരു കാര്യം പറഞ്ഞു. അതായത് ജോഷിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നല്ല അവൻ ചോദിച്ചത്, പാർക്കറിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നാണ്.
താഴേക്കിട്ടു. ഡൈസിൽ എഴുതി കാണിച്ചത് നൈഫ് എന്നാണ്. അപ്പോൾ പാർക്കറിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് ഈ കാള് ചോദിച്ചുകൊണ്ട് തന്നെ ജോഷി ഞെട്ടിപ്പോവുകയാണ്. കാരണം ജോഷിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ അവൻ്റെ ആത്മാവല്ല, പാർക്കറിൻ്റെ ആത്മാവാണ്. രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പാർക്കറിൻ്റെ ആത്മാവിന് മനസ്സിലായി. പിന്നീട് അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു കത്തി കൊണ്ട് ഈ കാളിനെ കുത്തിക്കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. കാള് പരമാവധി ശ്രമിച്ചു, പ്രതിരോധിച്ചു. ഇപ്പോൾ കാള് ആ ഒരു സെഡേഷൻ്റെ ഇഞ്ചക്ഷൻ ജോഷിൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് കഴിയുന്നില്ല. ഈ ഒരു ശബ്ദങ്ങളൊക്കെ ഈ വാനിലിരുന്നുകൊണ്ട് തന്നെ ജിമ്മിയും ജോൺസും കേൾക്കുന്നുണ്ട്. അവർ വേഗം തന്നെ അങ്ങോട്ടേക്ക് വന്നു. ആദ്യം തന്നെ എത്തിയ ജോൺസിനെ ജോഷ് അടിച്ച് നിലത്തിടുകയാണ്. അതിനുശേഷം ജിമ്മി എന്ത് ചെയ്തു, അവൻ്റെ കയ്യിലൊരു ഷോക്ക് ഡിവൈസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ജോഷിനെ ഷോക്ക് അടിപ്പിച്ച് ബോധം കെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ജോഷ് എന്ത് ചെയ്തു, കാളിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സെഡേഷൻ്റെ ഇഞ്ചക്ഷൻ വാങ്ങിക്കൊണ്ട് തന്നെ അത് ജിമ്മിയുടെ ദേഹത്തേക്ക് കുത്തിവെക്കുകയാണ്. ജിമ്മി അതാ ബോധം കെട്ട് നിലത്ത് വീഴുകയാണ്. അവൻ വീണത് ജോൺസിൻ്റെ മേത്തേക്കാണ്. ഇപ്പോൾ ജോൺസിന് ചെറിയൊരു ബോധമുണ്ട്. ജോഷ് വേഗം തന്നെ ചെന്നിട്ട് ജോൺസിൻ്റെ തലയിൽ നിലത്തിടിച്ചുകൊണ്ട് തന്നെ അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു. മൂന്നാളും ബോധം നഷ്ടപ്പെട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു. കാള് കണ്ണ് തുറക്കുകയാണ്. കാളിനെ വന്ന് വിളിച്ചത് മറ്റാരുമല്ല, ജോഷ് തന്നെയാണ്. ജോഷ് ഇപ്പോൾ നോർമലായിട്ടാണ് പെരുമാറുന്നത്. അതായത് കാള് ഏകദേശം മരിച്ചിട്ടുണ്ട്. അവൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടിട്ടുണ്ട്. അപ്പോൾ കാളിൻ്റെ ആത്മാവിനെ വന്ന് വിളിച്ചിട്ടുള്ളത് ജോഷിൻ്റെ യഥാർത്ഥ ആത്മാവാണ്, ഒറിജിനൽ ആത്മാവ്. അവരുടെ രണ്ടുപേരുടെ ആത്മാവും ഇപ്പോൾ ഉള്ളത് ആ ഒരു ലോകത്താണ്, ഫർദർ എന്ന് പേരുള്ള ആ ഒരു ലോകത്ത്. ഈ ഒരു ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ സമയമില്ല. ഇപ്പോൾ ജോഷ് കാര്യങ്ങളൊക്കെ കാളിൻ്റെ അടുത്ത് പറയുകയാണ്. അതായത് എൻ്റെ ദേഹത്ത് ഇപ്പോൾ ഉള്ളത് എൻ്റെതായ ആത്മാവല്ല, അത് മറ്റേതോ ആ ഒരു സ്ത്രീയുടെ ആത്മാവാണ്. കാള് പിന്നീട് എന്താണ് നടക്കുന്നത്, ആരാണ് ആ സ്ത്രീ, അതൊരു സ്ത്രീയല്ല, ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജോഷിന് പറഞ്ഞു കൊടുക്കുകയാണ്. ജോഷും ഞെട്ടിയിട്ടുണ്ട്. പിന്നീട് കാള് ചോദിച്ചു, എലീസയുടെ ആത്മാവ് ഇപ്പോൾ ഈ ലോകത്തുണ്ടോ? ജോഷ് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് അവർ രണ്ടുപേരും, അതായത് ജോഷിൻ്റെയും കാളിൻ്റെയും ആത്മാവ് ഫർദർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലോകത്തിൻ്റെ അന്ധകാരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അവരുടെ കയ്യിൽ ഇപ്പോൾ ചെറിയൊരു എമർജൻസി പോലെയുള്ള ഒരു ലൈറ്റ് ഉണ്ട്. അവരിങ്ങനെ പതിയെ പതിയെ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ലോകത്ത്, ഒറിജിനൽ ലോകത്ത് ജോഷ് വല്ലാത്ത രീതിയിൽ തന്നെ അലറുകയാണ്. എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നും മിണ്ടാതിരിക്കുക. അതായത് ഈ ജോഷിൻ്റെ ദേഹത്തുള്ളത് പാർക്കറിൻ്റെ ആത്മാവ്. പാർക്കറിൻ്റെ അടുത്ത് ഓരോരുത്തരെയും കൊന്നുകൊണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരെ ഉപദ്രവിക്കാൻ പറയുന്നത് അവൻ്റെ അമ്മ തന്നെയാണ്. അത് നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന്. ഇതേ സമയം എമിയും അതുപോലെ തന്നെ മേരിയും അവരുടെ ചെറിയ കുട്ടിയായിട്ടുള്ള കാലിയെ മറ്റൊരു വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. കാരണം അവരുടെ വീട്ടിൽ നിർത്തുന്ന അത്ര സേഫ് അല്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർ രണ്ടുപേരും ആ ഇരുട്ടത്തോടെ ഇങ്ങനെ ആ ഒരു ചെറിയ വെളിച്ചത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് കാള് നിൽക്കുകയാണ്. മുന്നിൽ ജോഷ് ഉണ്ട്. ഇപ്പൊ കാള് പറഞ്ഞു, ജോഷ് നിന്റെ മുന്നിൽ ആരോ ഉണ്ട്, ഒരു വൃദ്ധനായ മനുഷ്യൻ. ജോഷ് ഇപ്പൊ മുന്നിലൊക്കെ നോക്കുന്ന സമയത്ത് ജോഷ് പറയുകയാണ്, എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. അതായത് അവിടെ നിൽക്കുന്ന എന്തോ ഒരു ശക്തിയുണ്ട്, അതിനെ ജോഷിന് കാണാൻ കഴിയുന്നില്ല, പക്ഷേ കാളിന് കാണാൻ കഴിയുന്നുണ്ട്. ജോഷ് ഇപ്പൊ ചോദിക്കുകയാണ്, അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അതെന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സമയത്ത് കാള് ഒരു ഭയത്തോട് കൂടി തന്നെ പറയുകയാണ്, ഹീസ് ഗോട്ട് യുവർ ബേബി. അതായത് ജോഷിന്റെ മകനായ ഡാൾട്ടനെ അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അവൻ എന്തോ വലിയൊരു അപകടം വരാൻ തന്നെ പോവുകയാണ്. ജോഷ് പിന്നീട് ചോദിച്ചു, അയാൾ എന്തൊക്കെയാണ് വേറെ പറയുന്നത്? ഇപ്പൊ കാള് പറയുകയാണ്, അയാൾ ഒരു സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് ജോഷ് നോക്കുമ്പോൾ കാണുന്നത് അവന്റെ ആ ഒരു പഴയ വീടുണ്ടല്ലോ, ആ വീടാണ്. ജോഷ് ഇപ്പോൾ അവന്റെ ആ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വീടിന്റെ രണ്ടാമത്തെ നിലയിൽ ഒരാള് കോട്ട് ധരിച്ചിട്ടുള്ള ആ ആളെ കാണുന്നുണ്ട്. ആ ആളിപ്പോൾ ജോഷ് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അയാൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇയാളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ജോഷ് വേഗം തന്നെ ആ ഒരു വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് അതിന്റെ വാതിൽ ഇങ്ങനെ തട്ടുകയാണ്. അപ്പോൾ ആ വീട്ടിന്റെ ഉള്ളിലുള്ള മറ്റൊരു സമയത്തിലുള്ള ജോഷും അതുപോലെ തന്നെ എമിയും ഈ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? അതായത് ആദ്യം മുതൽ തന്നെ കണ്ടുവരുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, മുന്നത്തെ ഒരു ഭാഗത്ത് ജോഷും എമിയും വീട്ടിലിരിക്കുന്ന സമയത്ത് ആരും അവരുടെ വാതിൽ വന്ന് തട്ടിയില്ല. അവർ ചെന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. യഥാർത്ഥത്തിൽ ആ വാതിൽ വന്ന് തട്ടിയത് ആ ഒരു ഫർദർ എന്ന് പറഞ്ഞ ലോകത്ത് നിന്ന് വന്ന ജോഷിന്റെ ആത്മാവ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫർദർ എന്ന് പറയുന്ന ഈ ലോകത്ത് സമയമില്ല. ജോഷ് തന്നെ വാതിൽ തട്ടിയ ആ ശബ്ദമാണ് ശരിക്കുമുള്ള ജോഷും എമിയും അന്ന് കേട്ടിരുന്നത്. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ആദ്യ ഭാഗം മുതൽ തന്നെ കണ്ടിട്ട് വരിക, കാണാത്തവര്. ഇപ്പൊ ജോഷ്, അതായത് ശരിക്കുമുള്ള ജോഷ് വന്നിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഈ ആത്മാവായിട്ടുള്ള ജോഷ് മറ്റേ ജോഷിനെ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോഴാണല്ലോ അവരുടെ കുട്ടി കരിയുന്ന ആ ശബ്ദം കേൾക്കുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഈ ആത്മാവായ ജോഷും ശരിക്കുമുള്ള ജോഷും ഓടി പോവുകയാണ്. അവിടെ വെച്ച് ആ കോട്ട് പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച ആ ഒരു ആത്മാവിനെ ജോഷ് അറ്റാക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിയെ ഉപദ്രവിക്കാതെ തന്നെ ആ ആത്മാവ് അന്ന് പോയത്. ഇപ്പൊ അവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ആത്മാവിനോട് പോരിട്ട് നിൽക്കാൻ ജോഷിന് കഴിയുന്നില്ല. ഇപ്പൊ ആ ആത്മാവ് ജോഷിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു വെളിച്ചവുമായിട്ട് ആരോ വന്നിട്ട് ആ ആത്മാവിനെ തട്ടി മാറ്റിയിട്ട് പറയുകയാണ്, നരകത്തിലേക്ക് പോടാ. ജോഷ് ഇപ്പൊ അത് ആരാണെന്ന് നോക്കുമ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, എലീസയുടെ ആത്മാവ് തന്നെയായിരുന്നു. എലീസയുടെ ആത്മാവിനെ കണ്ട സമയത്ത് തന്നെ ജോഷിന് സമാധാനമാകുകയാണ്. ജോഷ് ഇപ്പൊ എലീസയുടെ സോറി പറയുകയാണ്, ഞാൻ കാരണമാണല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിച്ചത്, നീ ഒരിക്കലും ഈ ഒരു ലോകത്ത് ഉണ്ടാവാൻ പാടുള്ളതല്ല. എലീസ പറഞ്ഞു, അതൊന്നും നിന്റെ തെറ്റല്ല, പിന്നെ എല്ലാവരും ഈ ഒരു ലോകത്ത് കൂടെ തന്നെ കടന്നു പോകേണ്ടവരാണ്. ഞാൻ നിന്റെ വിളി കേട്ടു, അതുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നത്. ഇപ്പൊ എലീസ അവിടെ നിൽക്കുന്ന കാളിന്റെ ആത്മാവ്
ആത്മാവിനെ കാണുകയാണ്. എലീസ ഇപ്പോൾ കാളിൻ്റെ അടുത്ത് ചോദിച്ചു, കാൾ നിനക്ക് എന്ത് പറ്റി? കാള് പറയുകയാണ്, ഞാൻ തോറ്റുപോയി എലീസ, എനിക്ക് അതിനോട് പ്രതിരോധിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എലീസ ജോഷിന്റെ അടുത്ത് പറയുകയാണ്, ജോഷ് നീ ഇവിടെ എങ്ങനെ നിൽക്കണ്ട, നീ എന്റെ ശരീരത്തിലേക്ക് വേഗം തന്നെ തിരിച്ചു പോകണം, അധികം വൈകിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ജോഷ് പിന്നീട് പറഞ്ഞു കൊടുക്കുകയാണ്, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, കാളും നടന്നതെല്ലാം എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്, ആരാണ് ആ സ്ത്രീ എന്നുള്ള കാര്യമൊക്കെ. ഇപ്പോൾ എലീസ പറഞ്ഞു, നമുക്ക് അവരുടെ ആ പഴയ മെമ്മറി കണ്ടെത്തണം, അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടെത്തണം. ഈ ലോകത്ത് പാർക്കറിന്റെ അമ്മ എവിടെയാണെന്നും അവരെവിടെയാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും കണ്ടെത്തണം. പക്ഷേ അങ്ങോട്ടേക്കുള്ള വഴി നമുക്ക് ആർക്കും അറിയില്ല. ജോഷിന്റെ അടുത്ത് എലീസ ചോദിക്കുകയാണ്, നിനക്ക് ആ പഴയ മെമ്മറികൾ ഓർമ്മയുണ്ടോ? ഇപ്പോൾ ജോഷ് പറയുകയാണ്, എനിക്കൊന്നും പഴയതൊന്നും ഓർമ്മയില്ല. പിന്നീട് ഇവർ മൂന്നുപേരും എലീസയും ജോഷും കാളും കൂടെ പോകുന്നത് നേരെ എങ്ങോട്ടേക്കാണ്? ചെറിയ കുട്ടിയായിട്ടുള്ള ജോഷിന്റെ അടുത്തേക്ക്. ചെറിയ കുട്ടിയായ ജോഷിന് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ. അവരാ പോയ സമയം എന്ന് പറയുന്നത് എലീസ, ശരിക്കുമുള്ള എലീസ ചെറുപ്രായത്തിൽ ജോഷിന്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ അടുത്ത് ഒരു ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലേ, ആ ഒരു സമയത്തേക്കാണ് ജോഷും എലീസയുടെ കാളിന്റെയും ആത്മാവ് പോകുന്നത്. അവരിപ്പോൾ കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടിയായിട്ടുള്ള ജോഷിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജോഷ് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെയാണ് നിങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറയുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ, വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയായിട്ടുള്ള ജോഷ് ആർക്കാണ് മറുപടി കൊടുത്തത് എന്ന്. ജീവനുള്ള എലീസയ്ക്ക് ആത്മാക്കളെ കാണാനുള്ള കഴിവുണ്ടല്ലോ. അപ്പോൾ ചെറിയ പ്രായത്തിലുള്ള എലീസ ഇപ്പോൾ അവിടെ വയസ്സായിട്ടുള്ള എലീസയെ കാണുകയാണ്, എലീസയുടെ ആത്മാവിനെ കാണുകയാണ്. അതുകൊണ്ടാണ് അവളൊന്ന് അന്ന് അമ്പരപ്പെട്ടു പോയത്. പിന്നീട് കുട്ടിയായ ജോഷ് കാണിച്ച വഴിയിലേക്ക് ഇവർ മൂന്നുപേരും പോവുകയാണ്. എന്ത് തേടി? പാർക്കറിന്റെയും അവന്റെ അമ്മയുടെയും ആ പഴയ കാല ഓർമ്മകളിലേക്ക്, അവരുടെ ആത്മാവിനെ തേടിക്കൊണ്ട് അവരിങ്ങനെ പതിയെ മുന്നോട്ട് കിടക്കുകയാണ്. ഈ സമയത്ത് ഇരുട്ടിലായിട്ട് ഒരു ചുവന്ന വാതിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതേ സമയം ശരിക്കുമുള്ള ലോകത്തിലെ അവരുടെ ആ ഒരു വീട്ടിലേക്ക് എമിയും മേരിയും കയറി ചെല്ലുകയാണ്. അവിടെ ഇപ്പോൾ ഇരുട്ടത്തായിട്ട് ശരിക്കുമുള്ള ആ ജീവനുള്ള ജോഷ് ഇരിക്കുന്നുണ്ട്. അവൻ്റെ ദേഹത്ത് ഇപ്പോൾ പാർക്കറിൻ്റെ ആത്മാവാണ്. ഇവരിപ്പോൾ ലേറ്റിട്ട് നോക്കുമ്പോൾ കാണുന്നത് ഒരു പ്രായമായിട്ടുള്ള മനുഷ്യനെ പോലെ ഇരിക്കുന്ന ജോഷിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോഷിന് പ്രായം പെട്ടെന്ന് തന്നെ കൂടി വരുന്നുണ്ടെന്ന്. ഇവർ കണ്ട സമയത്ത് തന്നെ ജോഷ് ഇപ്പോൾ ഇവരെ നേരേക്ക് ഇവരെ കൊല്ലാൻ വേണ്ടി ഓടി വരികയാണ്. എമിയും മേരിയും എങ്ങനെയൊക്കെയോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ മേരി അറിയാതെ തന്നെ ഒരു മുറിയിൽ പെട്ടുപോവുകയാണ്. അവിടെ ഇപ്പോൾ ജോഷ് മേരിയെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ജോഷ് നേരെ ചെന്നത് എമിയുടെ അടുത്തേക്കാണ്. എമി ഇപ്പോൾ ഓടി രക്ഷപ്പെടാൻ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന കനമുള്ള ഒരു പാത്രം എടുത്തിട്ട് അവളുടെ തലക്കരയുകയാണ്. അവൾ നിരത്ത് വീണുപോയി. അവളുടെ ദേഹത്തേക്ക് ഇപ്പോൾ ജോഷ് ചാടി വീണിട്ടുണ്ട്. ജോഷ് ഇപ്പോൾ അവൻ്റെ രണ്ട് കൈകൾ കൊണ്ടും എമിയുടെ കഴുത്തിൽ ഇറുക്കി പിടിക്കുകയാണ്. ഈ സമയത്ത് എമിക്ക് ജോഷിന്റെ ആ ഒരു ശരീരത്തിന്റെ സ്ഥാനത്ത് ആ ഒരു ആത്മാവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. കറുത്ത മണവാട്ടിയുടെ വസ്ത്രമിട്ട ആ ഒരു ആത്മാവിനെ എമി ഇപ്പോൾ ശ്വാസം കിട്ടാതെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ വീട്ടിലേക്ക് ഡാൾട്ടനും ടോണിയും വരുന്നത്. അവരിപ്പോൾ ആ കാഴ്ച കണ്ടിട്ട് പേടിച്ചു പോയി. ടോണി ഇപ്പോൾ അത് കണ്ട സമയത്ത് ഉറക്കനെ കരയ്ക്കുകയാണ്. ഈ സമയത്ത് ഈ ജോഷിന്റെ ശ്രദ്ധ മാറിയപ്പോൾ ഡാൾട്ടൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പലക ഉപയോഗിച്ചിട്ട് ജോഷിന്റെ തലക്ക് തന്നെ അടിക്കുകയാണ്. അവിടെ വീണുപോയ ജോഷ് പെട്ടെന്ന് തന്നെ ഡാൾട്ടനും ടോണിയും എമിയും അവിടെ നിന്ന് എണീച്ച് ഓടുകയാണ്. അവർ നേരെ ചെന്നത് ആ വീട്ടിന്റെ ബേസ്മെന്റിലേക്കാണ്. രണ്ട് വാതിൽ അടച്ചുകൊണ്ട് തന്നെ ഭദ്രമായിട്ട് അവർ ആ മുറിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വാതിൽ തകർക്കാൻ ഇപ്പോൾ പരമാവധി ജോഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് മറ്റൊരു ലോകത്തിൽ ഫർദറിൽ അവർ മൂന്ന് പേര് ഇപ്പോൾ നടന്നിട്ട് എത്തിയിട്ടുള്ളത് പാർക്കറിന്റെ വീട്ടിലേക്കാണ്. അവരിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മുറി ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് അവിടെ നിറയെ വെളിച്ചമുണ്ട്. അവിടെ ഇപ്പോൾ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ജോഷിന്റെ ആത്മാവ് പതിയെ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ഹേയ് നീ ആരാണെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ആ പെൺകുട്ടി തലയിൽ ഉണ്ടായിരുന്ന വിഗ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ പെൺകുട്ടിയല്ല, ഞാനൊരു ആൺകുട്ടിയാണ്, എൻ്റെ പേരാണ് പാർക്കർ. ഇപ്പോൾ പാർക്കറിന്റെ അമ്മയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പറയുകയാണ്, നീ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ഈ ചിത്രത്തിൽ എഴുതി വെച്ചത് അത് നീ തന്നെയാണോ? അതായത് കുട്ടിയായ പാർക്കർ ഒരു ചിത്രം വരച്ചിട്ട് അതിൻ്റെ അടിയിൽ ബൈ പാർക്കർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അവൻ്റെ അമ്മക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ പറയുകയാണ്, നീ ആൺകുട്ടിയല്ല, നീ പെൺകുട്ടിയാണ് പാർക്കർ. അത് നിന്റെ അച്ഛൻ നിനക്കിട്ട പേരാണ്, നിന്റെ പേരാണ് മെർലിൻ. ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കുട്ടിയായിട്ടുള്ള പാർക്കറിനെ അവൻ്റെ അമ്മ അവിടെ വെച്ച് തന്നെ ക്രൂരമായിട്ട് തല്ലി ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ അവൻ്റെ അടുത്ത് പറയുകയാണ്, പറയൂ എൻ്റെ പേര് മെർലിൻ എന്ന് പറയുകയാണ്. ഇപ്പോൾ പേടിച്ചു പോയ കുട്ടിയായിട്ടുള്ള പാർക്കർ പറയുകയാണ്, എൻ്റെ പേര് മെർലിൻ എന്നാണ്. ഇപ്പോൾ ഈ പാർക്കറിൻ്റെ അമ്മ അവിടേക്ക് വന്ന ജോഷിൻ്റെയും കാളിൻ്റെയും എലീസയുടെയും ആത്മാവിനെ കാണുകയാണ്. അവളിപ്പോൾ ഇവരെ നേരെ നോക്കിയിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ വളരെയധികം ദേഷ്യത്തിലേക്ക് നോക്കിയിട്ട് അവരെ നേരെ വിരളി ചൂണ്ടുകയാണ്. ഇപ്പോൾ എലീസയുടെയും കാളിൻ്റെ ആത്മാവ് അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തെറിച്ചു പോവുകയാണ്. അവളുടെ വായിലൊക്കെ ഒരു തരം പ്രത്യേക രീതിയിലുള്ള ചുവന്ന നിറത്തിൽ ഒരു ചോര നിറത്തിലേക്ക് അവളുടെ വായി മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജോഷും അതുപോലെ തന്നെ കാളിൻ്റെയും എലീസയുടെയും ആത്മാവ് വേർതിരിഞ്ഞിട്ടുണ്ട്. അവർ മൂന്ന് പേരും മൂന്ന് വഴിക്കായി പിരിഞ്ഞു. ഈ ജോഷിന് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. അവനിങ്ങനെ എങ്ങോട്ടൊന്നില്ലാതെ മുന്നോട്ടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് യഥാർത്ഥ ലോകത്തിൽ ആ ഒരു ബേസ്മെന്റിൽ മുറിയിൽ ഒളിച്ചിരിക്കുകയാണല്ലോ എമിയും ഡാൾട്ടനും ടോണിയും. ഇപ്പോൾ ആ മുറിയുടെ വാതിലിപ്പോൾ ജോഷ്, അതായത് യഥാർത്ഥത്തിലുള്ള ജോഷ്, അവൻ്റെ ശരീരത്തിൽ മറ്റൊരു ആത്മാവാണ്. ആ ഒരു ജോഷ് ആ
വാതിൽ തല്ലി പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡാൾട്ടൻ എമ്മിയുടെ അടുത്ത് പറയുകയാണ്, അമ്മേ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ആത്മാവിനെ വേർപ്പെടുത്തി ആ ഒരു ലോകത്തിലേക്ക് പോയിട്ട് അച്ഛനെ വിളിച്ചിട്ട് വരാം. എമ്മി ചോദിച്ചു, മോനെ അങ്ങനെയൊക്കെ ചെയ്യണോ? ഇപ്പോൾ ഡാൾട്ടൻ പറയുകയാണ്, ഞാനത് തീർച്ചയായിട്ടും ചെയ്യും, അച്ഛനെ പോയിട്ട് ഞാൻ വിളിച്ചിട്ട് വരാം. ഇപ്പോൾ ഡാൾട്ടന് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഡാൾട്ടന് അവൻ്റെ അനിയനായി സംസാരിക്കുന്ന ആ ഒരു എന്താ പറയുക ചരട് കൊണ്ട് കിട്ടിയ ആ ഒരു കപ്പില്ലേ അതെടുത്തിട്ടാണ് പോകുന്നത്. കാരണം ആ ഒരു കപ്പിലൂടെ ആ ഒരു ലോകത്തിൽ നിന്നും ആ കപ്പിൻ്റെ മറുഭാഗത്തുള്ള ഇവർക്ക് ഈ ഡാൾട്ടന് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് കോൺവെർസേഷൻ ചെയ്യാൻ പറ്റും. പിന്നീട് ഡാൾട്ടൻ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തിക്കൊണ്ട് തന്നെ ഫർദർ എന്ന പേരുള്ള ആ ഒരു ലോകത്തിലേക്ക് പതിയെ പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ആ ലോകത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് ജോഷിന്റെ ആത്മാവ് എങ്ങോട്ടേക്ക് പോകണം എന്നറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചുവന്ന വാതിൽ കണ്ടു, അത് തുറന്നുകൊണ്ട് തന്നെ ആ മുറിയുടെ ഉള്ളിലേക്ക് ജോഷ് കയറി. അവിടെ ഇപ്പോൾ ഒരുപാട് ആത്മാക്കൾ തലയിലൂടെ വെള്ള കുപ്പായിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിലൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ ജോഷ് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദേഹത്തൊക്കെ ഈ ജോഷിന്റെ ആത്മാവ് ഇങ്ങനെ തട്ടുന്നുണ്ട്. ഇതേ സമയം യഥാർത്ഥ ലോകത്തിൽ ആ ബേസ്മെന്റിന്റെ വാതിൽ തല്ലി പൊളിച്ചുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ജോഷ് വന്നിട്ടുണ്ട്. എമി ഇപ്പോൾ അവൾക്ക് കഴിയുന്ന രീതിയിൽ ജോഷിന്റെ അടുത്ത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് മറ്റേ ലോകത്തിൽ ഫർദർ എന്ന ലോകത്തിൽ എലീസയുടെ ആത്മാവ് വഴി തെറ്റിക്കൊണ്ട് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് മുന്നിലായിട്ട് എലീസയുടെ കുറച്ച് മുന്നിലായിട്ട് ഈ കുട്ടിയായ പാർക്കർ ഉണ്ടല്ലോ അവന്റെ ആത്മാവിനെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ എലീസ വേഗം തന്നെ കുട്ടിയായിട്ടുള്ള പാർക്കറിന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറയുകയാണ്, നിനക്കറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ ആത്മാവ് എവിടെയാണെന്ന് ആ ഒരു വാതിൽ എനിക്ക് കാണിച്ചുക, അതിലൂടെ നിനക്ക് ഫ്രീ ആകാം, നിനക്ക് മോചനം ലഭിക്കും നിന്റെ അമ്മയിൽ നിന്നും. അതായത് ഈ പാർക്കറിന്റെ ഈ ആത്മാവ് ഒരു ദുരാത്മാവായി മാറാൻ കാരണം തന്നെ അവന്റെ അമ്മയാണ്, അവന്റെ അമ്മയുടെ ആ ഒരു ഭ്രാന്തമായ ആ ആത്മാവാണ് പാർക്കറിനെ കൊണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. പക്ഷെ സത്യത്തിൽ പാർക്കറിന് മനസ്സിന്റെ ഉള്ളിനുള്ളിൽ അതിന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ചില സമയത്ത് അവന്റെ ആത്മാവിനെ അവന്റെ അമ്മയുടെ ആ ഒരു ദുരാത്മാവ് കീഴ്പ്പെടുത്തും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതേ സമയത്ത് യഥാർത്ഥ ലോകത്തിൽ ആ മുറിയിലേക്ക് ഇപ്പോൾ ജോൺസും ഓടി വരികയാണ്. ജോൺസ് ഓടി വന്നിട്ട് ജോഷിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും അവനത് കഴിയുന്നില്ല. ജോൺസിനെയും അടിച്ച് താഴെയിട്ടു. ഇതേ സമയം ഫർദർ എന്ന ലോകത്തിൽ ജോഷിന്റെ ആത്മാവിനെയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആത്മാക്കളുടെ ഇടയിലൂടെ പതിയെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഓരോ ആത്മാക്കളുടെ തലയിലുള്ള ആ ഒരു തുണി പതിയെ ജോഷ് ഇങ്ങനെ മാറ്റി നോക്കുകയാണ്. ഇനി എങ്ങാനും ഇവിടെ അവന്റെ അമ്മയുടെ ആത്മാവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവൻ ഇത് ചെയ്യുന്നത് എന്നറിയില്ല. പിന്നീട് അവൻ അറിയാതെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആത്മാവിന്റെ തുണി എടുത്ത് മാറ്റി. അത് പാർക്കറിന്റെ അമ്മയുടെ ആത്മാവായിരുന്നു. അതിപ്പോൾ ഓടി വന്നിട്ട് അവന്റെ കഴുത്തിൽ പിടിച്ച് ഒരു ചുമരിലേക്ക് ചേർത്ത് പിടിച്ച് പൊക്കിയെടുക്കുകയാണ്. അവന്റെ ആത്മാവ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോഷിന്റെ ഈ ആത്മാവ് നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവന് തിരിച്ചു പോകാൻ കഴിയില്ല. അവനിപ്പോൾ ശ്വാസം കിട്ടാതെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് യഥാർത്ഥ ലോകത്തിൽ ജോഷിന്റെ ശരീരത്തിൽ മറ്റൊരു ആത്മാവാണ്. അതിപ്പോൾ ഒരു ചുറ്റി എടുത്തുകൊണ്ട് തന്നെ എമിയെ തല്ലി കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്ത് ഈ ഫർദർ എന്ന് പറയുന്ന ആ ലോകത്തിൽ ജോഷിന്റെ കഴുത്ത് പിടിച്ച് നിൽക്കുന്ന പാർക്കറിന്റെ അമ്മയുടെ ആ ഒരു ആത്മാവിന്റെ തലയ്ക്ക് ഒരു പലക വെച്ചിട്ട് എലീസ വന്നിട്ട് ഒരൊറ്റടി കൊടുക്കുകയാണ്. പിന്നീട് എലീസ ആ ഒരു ആത്മാവിന്റെ തലക്ക് വീണ്ടും ആ ഒരു പലക വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടെ ആ ഒരു ആത്മാവ്, ആ ഒരു ഭീകരമായ ദുരാത്മാവ് നശിച്ചു പോവുകയാണ്. ഇതോടൊപ്പം തന്നെ ഭൂമിയിലുണ്ടായിരുന്ന ജോഷിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു ദുരാത്മാവിന് എന്തോ സംഭവിക്കുകയാണ്. ഇപ്പോൾ ജോഷ് അവിടെ ബോധം കെട്ടി വീഴുകയാണ്. ഇപ്പോൾ ഫർദർ എന്ന് പറയുന്ന ആ ഒരു ലോകത്തിൽ എലീസ ഇപ്പോൾ കാളിൻ്റെ അടുത്തും ജോഷിൻ്റെ അടുത്തും പറയുകയാണ്, നിങ്ങൾ വേഗം തന്നെ തിരിച്ചു പോകണം, ഈ ഒരു ഭാഗം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാള് പറയുകയാണ്, ഞാൻ മരിച്ചില്ല, എനിക്ക് തിരിച്ചു പോകാൻ കഴിയുമോ? എലീസ കാളിൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇനിയും സമയമുണ്ട്, നീ പൂർണ്ണമായിട്ടും മരിച്ചില്ല, നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് എനിക്കറിയാൻ കഴിയുന്നുണ്ട്, നീയും ഇവന്റെ കൂടെ തന്നെ വേഗം തിരിച്ചു പോകണം. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും വഴി അറിയില്ലായിരുന്നു, എങ്ങോട്ട് പോകണമെന്നറിയില്ലായിരുന്നു, കാരണം മുഴുവൻ ഇരുട്ടാണ്. എലീസയെടുത്തും അവർ വരാൻ പറയുന്ന സമയത്ത് എലീസ പറയുകയാണ്, എനിക്ക് ഒരിക്കലും ഇനി അതിന് കഴിയില്ല. പിന്നീട് എലീസ അവരെ അവിടെ നിന്ന് പറഞ്ഞേക്കുകയാണ്. പക്ഷെ അവർക്ക് ഇപ്പോഴും വ്യക്തമായ ഒരു വഴി അറിയില്ല, എങ്ങനെ തിരിച്ചു പോകണമെന്ന്. അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആത്മാക്കൾ അവരുടെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ജോഷിന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഡാഡി ഡാഡി എന്ന് വിളിക്കുന്ന ശബ്ദം. ഇപ്പോൾ ജോഷ് വിളിക്കുകയാണ്, ഡാൾട്ടൻ നീ ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ഇരുട്ടിൽ നിന്നും ഡാൾട്ടൻ ഓടി വരികയാണ് ജോഷിൻ്റെ അടുത്തേക്ക്. ഇപ്പോൾ ഡാൾട്ടൻ പറയുകയാണ്, അച്ചാവാ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇവർ പറഞ്ഞു, നമുക്ക് വഴി അറിയില്ല. ഡാൾട്ടൻ പറഞ്ഞു, പേടിക്കേണ്ട, അതിനുള്ളൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഡാൾട്ടൻ യഥാർത്ഥ ലോകത്തിലുള്ള എമിയുമായിട്ട് കോൺവെർസേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവൻ ആ കപ്പും ആ ചരടും കൊണ്ടുവന്നിരുന്നല്ലോ, അതിൻ്റെ അറ്റം നോക്കിയിട്ട് അവർക്ക് പോകാമെന്ന് ഡാൾട്ടൻ പറയുകയാണ്. അങ്ങനെ പിന്നീട് അവർ അതിനെ പിന്തുടർന്ന് തന്നെ പോവുകയാണ്, അവരുടെ ആ ശരീരത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇതേ സമയത്ത് യഥാർത്ഥ ലോകത്തിൽ നിന്നും എമി ഇപ്പോൾ ഡാൾട്ടൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനിപ്പോൾ മയങ്ങി കിടക്കുകയാണല്ലോ. ഡാൾട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കവിളിൽ തട്ടി പറയുന്നുണ്ട്, മോനെ വേഗം തിരിച്ചു വാ, കാരണം അധികം വൈകിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ആത്മാക്കൾ ഇനിയും ഇവരുടെ ശരീരത്തിലേക്ക് കയറിക്കൂടും. പക്ഷെ അപ്പോഴേക്കും ജോഷിനും ഡാൾട്ടനും അവരുടെ ആ ഒരു ശരീരത്തിലേക്ക് അവരുടെ ആത്മാവിനെ കയറ്റാൻ കഴിഞ്ഞു. അവർക്ക് ഇപ്പോൾ രണ്ടുപേർക്കും ബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, എല്ലാവരും ഹാപ്പി, എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും, അതായത് ജോഷും ഡാൾട്ടനും ഇപ്പോൾ ഒരു സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ തൊട്ട് മുന്നിൽ ഇപ്പോൾ കാളുണ്ട്. കാളിപ്പോൾ ശ്രമിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു കഴിവുണ്ടല്ലോ അത് അവരുടെ മനസ്സിൽ നിന്നും മായ്ക്കപ്പെടാൻ അല്ലെങ്കിൽ മായ്ച്ചു കളയാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അവരതിൽ വിജയിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു ഫാമിലി അവരുടെ ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു വന്നു.
കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ജിമ്മിയും ജോൺസ് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് അതിന്റെ വാതിൽ ഇങ്ങനെ തട്ടുകയാണ്. വാതിൽ തുറന്നിട്ട് ഒരാൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അയാൾ ചോദിച്ചു എന്താണ് വേണ്ടത്. ജിമ്മിയും ജോൺസ് പറഞ്ഞു ആലീസിനെ കുറിച്ച് നിങ്ങളുടെ മകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനും പറയാനും വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോൾ അയാൾ പറയുകയാണ് നിങ്ങളിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോ, എനിക്ക് തീരെ താല്പര്യമില്ല അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആലീസിൻ്റെ അമ്മയായിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ജിമ്മി ജോൺസൺ പറഞ്ഞു ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ മകൾ അലിസയുടെ ആ ഒരു ആക്സിഡന്റ് അത് സ്വാഭാവികമായിട്ട് ഉണ്ടായതല്ല, അതിന് കാരണങ്ങളുണ്ട്. അവളിപ്പോൾ ഒരു അബോധാവസ്ഥയിലായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നമുക്ക് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഇവരുടെ ചെറിയ കുട്ടിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇവരെ നോക്കിയിട്ട്, അതായത് ജിമ്മി ജോൺസിൻ്റെ നോക്കിയിട്ട് പറയുന്നത് നിങ്ങളുടെ പുറകിലുള്ള ആ ഒരു സ്ത്രീ ആരാണ്. ഇവരെ നോക്കിയപ്പോൾ അവരും കാണാനില്ല. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവരാരെയും അവിടെ കാണാനില്ല. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഒരു ആത്മാവിനെ കാണാനുണ്ടായിരുന്നു. അത് മറ്റാരുടെയും ആത്മാവല്ല, എലീസയുടെ ആത്മാവിനെ തന്നെയാണ്. ഇപ്പോൾ എലീസ ചിരിച്ചുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മുഖത്തേക്ക് പറയാണ് ചിരിക്കല്ല മോളെ, ഞാൻ ഉള്ളിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് എലീസയുടെ ആത്മാവ് പതിയെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. എലീസ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ഒരു ചെയറിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാണ് ആലീസൺ. അവളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷാദമാണ്, അല്ലെങ്കിൽ ഭയങ്കര പേടിയാണോ ദേഷ്യമാണോ വിഷമമാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ആലീസിൻ്റെ അടുത്ത് എലീസ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ മറുപടി കൊടുക്കുന്നില്ല. ഇതേ സമയം എലീസ ആലീസിൻ്റെ പിന്നിൽ നിന്നും ചില കാൽ ശബ്ദങ്ങൾ, ഗ്ലാസ് പൊട്ടുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് നോക്കിയ എലീസ നല്ല രീതിയിൽ തന്നെ ഭയന്നു. അവളുടെ മുഖത്ത് ഇത്രയും ഭയം ഇത്രയും ദിവസമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവസാനം എലീസ പറയുകയാണ്, എലീസയുടെ ആത്മാവ് പറയുകയാണ് എൻ്റെ ദൈവമേ എന്താണിത്. ഞാനും ചോദിക്കുകയാണ് എന്തായിരിക്കും എലീസ കണ്ടിട്ടുണ്ടാവുക. അടുത്ത ഭാഗം ഞാൻ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇതിനേക്കാൾ മികച്ച ഒരു ഹൊറർ ഫീൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു ഫീൽ തന്നെയായിരിക്കും ആ കഥയും നമുക്ക് നൽകാൻ പോകുന്നത്, എനിക്കും നൽകാൻ പോകുന്നത്. ആ ഭാഗം നാളെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വേഗം തന്നെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. പിന്നെ എന്ന് പറയുന്നത് പോലെ തന്നെ പേടിക്കുന്ന കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാൽ പേടിപ്പിച്ച് കഥ പറഞ്ഞു തരാൻ എനിക്ക് ഇഷ്ടമാണ്. ഇറ്റ്സ് മീ മല്ലു എക്സ്പ്ലെയിനർ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.